ഡിപ്പിംഗ് സോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പണിയാരം. ഇതൊരു തമിഴ് റെസിപ്പിയാണ്. പക്ഷെ ഞാൻ ഇത് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു വേർഷനായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ക്യാബേജ് വേണം, ബീൻസ്, പിന്നെ ഒരു ക്യാരറ്റ്, സബോള, മല്ലിയില, പിന്നെ ഒരു 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് വേണ്ടത് ഇഡ്ഡലി ബാറ്ററാണ്. അപ്പം നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാം. മുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് വെജിറ്റബിൾസൊക്കെ ക്യാരറ്റൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചപ്പ് മാറുന്നോടം വരെ നമ്മൾ ഒന്ന് വഴറ്റണം. അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ആ ഇഞ്ചിയൊക്കെ മൂക്കുന്ന നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അതുപോലെ മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അത് പണിയാരം ഉണ്ടാക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഒരു ലൈറ്റ് മഞ്ഞ കളർ. ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചമ്മന്തി അരയ്ക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. കോക്കനട്ടും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് ഒരു ചമ്മന്തി അരയ്ക്കാം. അപ്പം ഞാനിവിടെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ നമുക്കത് കടുക് താളിക്കണം. ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വെജിറ്റബിളിൻ്റെ കാര്യം മറന്നു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം. അത് റെഡി ആവുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പം നമ്മുടെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ജസ്റ്റ് അതൊരു 2 മിനിറ്റ്സ് ഇരിക്കണം. നേരെ നമ്മുടെ ബാറ്ററിലേക്ക് ഇടാൻ പാടില്ല, ഭയങ്കര ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ അത്യാവശ്യം കുറച്ച് തണുത്തിട്ടുണ്ട്. ഒരുപാട് തണുത്തിട്ടില്ല, കുറച്ച് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. മല്ലിയില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടമുള്ളവർക്ക്, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഉപ്പുണ്ടോ എന്നും കൂടി നോക്കണം. ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പണിയാരത്തിനുള്ള ബാറ്റർ തയ്യാറാക്കുന്നത്. പണിയാരം ചുടുന്നതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ അതുപോലത്തെ ഒരു പാൻ വേണം. അപ്പോൾ ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്, വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറേശ്ശെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ എല്ലാ ഇതിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ ബാറ്റർ കുറേശ്ശെയായിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഞാൻ കുറേശ്ശെയായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് നിറച്ച് ഒഴിക്കണ്ട. അതിന് നമ്മൾ തീ അല്പം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കുറച്ച് വയ്ക്കണം. മൊരിയുന്ന ശബ്ദമൊക്കെ കേട്ടില്ലേ, നല്ല മണമൊക്കെ വരുന്നത് ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു മണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വടയുടെ ഒരു മണമാണ് ഇതിന്. ടേസ്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഉഴുന്നുവടയുടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ഒരു വശം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഇനിയൊന്ന് മറിച്ചിടാം. ഉണ്ടോ, നോക്കി കാണാൻ എന്ത് ഭംഗിയാണത്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത്
വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നുവെച്ചാൽ ബാക്കി ബാറ്റർ കൂടെ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ചമ്മന്തിക്ക് കടുക് താളിക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണ് എണ്ണ. അത് വെളിച്ചെണ്ണയാണെങ്കിലും നല്ലതാണ്. എന്ത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഉള്ളി, കരിവേപ്പില ഞാൻ മുറിച്ചിടുവാണ്. പിന്നെ പച്ചമുളക്, ഉണക്കമുളക്. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. അപ്പം നമ്മുടെ കടുക് താളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചമ്മന്തിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിയും പണിയാരും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.